ഫണ്ട് എന്നത് ഒരു വ്യക്തിയല്ല. പലരുടെയും പണം ചേർത്ത് വൈവിധ്യമാർന്ന നിക്ഷേപങ്ങളിൽ ഷെയർ മാർക്കറ്റ്, ബോണ്ടുകൾ, അതേ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നിക്ഷേപിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. ഇതിനെ ഫണ്ട് മാനേജറാണ് നിയന്ത്രിക്കുന്നത്. ഇതൊരു ലോങ് ടേം പർപ്പസ് ആണ്. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് പണം നിയന്ത്രിക്കുന്നത്. ലഘുവായ നിക്ഷേപം, ചെറിയ തുകയിലുള്ള നിക്ഷേപം, SIP വഴിയുള്ള ആഴ്ച മാസം നിക്ഷേപം. ഇനി പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇക്വിറ്റി ഫണ്ട്, ഓഹരികൾ നിക്ഷേപം. ഡെപ്റ്റ് ഫണ്ട്, കുറഞ്ഞ റിസ്ക്, സ്ഥിര വരുമാനം. ഹൈബ്രിഡ് ഫണ്ട്, ഓഹരി പ്ലസ് ഡെപ്റ്റ്. ഇൻഡെക്സ് ഫണ്ട്, സൂചികയെ പിന്തുടരുന്നത്. SIP പ്ലാൻ, ചെറിയ തുക, സ്ഥിര നിക്ഷേപം. ഇതാണ് പലതരം മ്യൂച്വൽ ഫണ്ടുകൾ. ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് SIP. SIP is investing in mutual fund where you invest a fixed amount regularly, like monthly or weekly. ഇങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഹൗ ടു സ്റ്റാർട്ട് മ്യൂച്വൽ ഫണ്ട്? പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. സെറോദ, ഗ്രോ, PayTM മണി അങ്ങനെയുള്ള പോലുള്ള സൈറ്റുകളിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ ഫണ്ടും തുകയും നമ്മൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. പിന്നെ SIP അല്ലെങ്കിൽ ലംസം വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും.